വാഹനങ്ങളിലും ചിലവ് ചുരുക്കൽ. പെട്രോൾ ഡീസൽ പ്രതിസന്ധിക്ക് പിന്നാലെ സ്വന്തം സുരക്ഷാ വ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം പകുതിയായി കുറച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ വാഹനങ്ങൾ വാങ്ങി അധിക സാമ്പത്തിക ബാധ്യത വരുത്താതെ നിലവിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിനാണ് നിർദ്ദേശം. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ബ്ലൂ ബുക്കിലെ നിയമങ്ങളിൽ വിട്ടുവീഴ്ച വരുത്താതെ വാഹനങ്ങളുടെ എണ്ണം 50% വെട്ടിക്കുറയ്ക്കാനുള്ള നടപടികൾ SPG ആരംഭിച്ചു. ഞായറാഴ്ച ഹൈദരാബാദിൽ നടന്ന പൊതു റാലിയിൽ ഇന്ധന ഉപഭോഗവും സ്വർണ്ണ ഉപഭോഗവും കുറയ്ക്കാനും വർക്ക് ഫ്രം ഹോം രീതിയിലേക്ക് മാറാനും അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഔദ്യോഗിക തലത്തിൽ തന്നെ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട് അദ്ദേഹം മാതൃകയായത്. ഗുജറാത്തിലും അസമിലും നടത്തിയ സന്ദർശനങ്ങളിൽ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന്റെ എണ്ണം കുറച്ചിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ BJP മുഖ്യമന്ത്രിമാരും ഇതേ നടപടികളിലേക്ക് കടന്നിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. കേന്ദ്രമന്ത്രി CR പട്ടേൽ അകമ്പടി വാഹനം ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കി. വരും ദിവസങ്ങളിൽ എല്ലാ സർക്കാർ വകുപ്പുകളിലും കർശനമായ ചിലവ് ചുരുക്കൽ നടപടികൾ ഉണ്ടായേക്കും. ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിമാരുടെ അനൌദ്യോഗിക യോഗത്തിലും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തതായാണ് സൂചന. ബ്ലൂ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന നിർബന്ധിത സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ട് SPG ഇതിനകം തന്നെ നിർദ്ദേശം നടപ്പിലാക്കാൻ തുടങ്ങി. പ്രധാനമന്ത്രിയുടെ ഡൽഹിക്ക് പുറത്തുള്ള സമീപകാല സന്ദർശനങ്ങളിൽ കാർക്കേഡിന്റെ വലിപ്പം കുറഞ്ഞതായും കാണപ്പെട്ടുവെന്നും ബ്ലൂ ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കർശനമായത് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ കർശനമായി പാലിക്കുന്ന ഉറപ്പാക്കുന്നതിനുള്ള വഴികൾ ആവിഷ്കരിക്കുന്നതിനുള്ള ആദ്യപടിയായി SPG വികസിപ്പിക്കുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു. ഞായറാഴ്ച ഹൈദരാബാദ് സന്ദർശിച്ച വേളയിലാണ് ഇന്ധനത്തിന്റെയും സ്വർണത്തിന്റെയും ഉപഭോഗം കുറയ്ക്കാൻ പ്രധാനമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തത്. പ്രധാനമന്ത്രി നേതൃത്വം വഹിക്കുന്നത് മറ്റ് സർക്കാരുകൾ വേഗത്തിൽ കാര്യങ്ങൾ പിന്തുടരുന്നതിനുള്ള സൂചനയാണെന്ന് സംഭവ വികാസങ്ങളെക്കുറിച്ച് ബോധമുള്ള ആളുകൾ പറഞ്ഞു. വാസ്തവത്തിൽ വരും ദിവസങ്ങളിൽ മന്ത്രാലയങ്ങളും വകുപ്പുകളും കർശന നടപടികൾക്ക് തയ്യാറെടുക്കുന്നതിന്റെ സൂചനകളുണ്ട്. മെട്രോ കൂടുതൽ തവണ ഉപയോഗിക്കാൻ ജീവനക്കാരെ പ്രേരിപ്പിക്കുക, കാർ പൂളിംഗ് തിരഞ്ഞെടുക്കുക, വലിയ വിരുന്നുകൾ ഒഴിവാക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടാം. ഇന്ധന ഉപഭോഗം കുറയ്ക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും തിരിച്ചറിയുന്നതിനായി വിവിധ വകുപ്പുകളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദേശം നമുക്കുൾപ്പെടെ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. എന്തു ചെയ്യണമെന്ന് വിശദമാക്കുന്ന പേഴ്സണൽ വകുപ്പിൽ നിന്നുള്ള ആശയവിനിമയത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എന്നാൽ ഓരോ വകുപ്പും അവരുടേതായ പദ്ധതികൾ തയ്യാറാക്കേണ്ടതുണ്ട്, ഒരു ഉദ്യോഗസ്ഥർ പറഞ്ഞു. തിങ്കളാഴ്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനൗപചാരിക മന്ത്രിതല യോഗത്തിൽ അനാവശ്യ യാത്രകൾ കുറച്ചുകൊണ്ട് ഇന്ധന ഉപയോഗം കുറയ്ക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അതേസമയം മിഡിൽ ഈസ്റ്റിലെ സംഘർഷം നീണ്ടുനിന്നാൽ ഇന്ത്യക്ക് ചില്ലറ ഇന്ധന വില വർദ്ധിപ്പിക്കേണ്ടി വന്നേക്കാമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. വിദേശ നാണ്യ കരുതൽ ശേഖരം നിലനിർത്താൻ പെട്രോൾ ഡീസൽ ഉപയോഗം കുറയ്ക്കുക, സ്വർണ്ണ വാങ്ങലുകൾ മാറ്റിവെക്കുക എന്നിവയുൾപ്പെടെ സ്വമേധയാ ചെലവ് ചുരുക്കൽ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. സ്വർണത്തിന് തീരുവ ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചതായും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ ആവശ്യം നിയന്ത്രിക്കുന്നതിന് കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും ബ്ലൂംബർഗ് ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് കൂടുതൽ കാലം തുടരുമെങ്കിൽ വില വർധനവിൽ ചിലത് സർക്കാർ കൈമാറുന്നത് സമയത്തിന്റെ കാര്യം മാത്രമാണ്. സ്വിസ് നാഷണൽ ബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും ചേർന്ന് സ്വിറ്റ്സർലൻഡിൽ ചൊവ്വാഴ്ച നടത്തിയ ഒരു സമ്മേളനത്തിൽ മൽഹോത്ര പറഞ്ഞു. സംഘർഷം തുടരുന്നതിനിടയിൽ ക്രൂഡ് ഓയിൽ വിലയിലെ വർധനവ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ധന ചില്ലറ വ്യാപാരികൾ ഏറ്റെടുക്കുമ്പോൾ എക്സൈസ് തീരുവ കുറച്ചിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാർച്ചിലെ 3.40% നിന്നും ഏപ്രിലിൽ ഇന്ത്യയുടെ പണപ്പെരുപ്പം 3.48% ഉയർന്നു. സർക്കാർ ക്രൂഡ് ഓയിൽ വിലയിലെ വർധനവ് കാരണം പ്രതീക്ഷിച്ചതിലും കുറവാണിത്. എന്നിരുന്നാലും മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിൽ നിന്നുള്ള ഊർജ്ജ വിലയിലെ വർധനവ് പ്രതീക്ഷകളെ ബാധിക്കുന്നതിനാൽ അപകട സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.